BSP എന്ന് പറഞ്ഞിരിക്കുന്ന സംഗതി ഇല്ലാത്തതാണ് 40% സെയിൽസ് ഡ്രോപ്പ് വരാൻ കാരണം എന്താ അറിയോ, നമ്മൾ അവിടെ പോയിട്ട് ഒരു ടെക്നിക്കലി സംസാരിച്ച് വരിക ചെയ്യണത്. ഇത് ഇത്ര വിട്ടാണ്, ഇത്ര ലെങ്ത്തിൻ്റെ, ഇതിനൊക്കെ പൈപ്പിങ്ങിന് ഉപയോഗിക്കുക, ഇത് കണക്റ്റിംഗ് പൈപ്പാണ്, ഇത് കണക്റ്റിംഗ് ഇതാണ്, ഇത് ടാങ്ക് കണക്ടറാണ്, ആ കണക്ടർ ഈ കണക്ടറാണ്, ഇതിങ്ങനെയായിട്ട് ഇതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ വി ഗോ ഫോർ എ ടെക്നിക്കൽ കമ്മ്യൂണിക്കേഷനാണ്. അവിടെ ഒരു ഇമോഷണൽ ബ്ലെൻഡ് വരണമെങ്കിൽ BSP ഓടിക്കണം. ബെനിഫിറ്റ് സെല്ലിംഗ് പോയിന്റ്സ്. കാരണം എന്തുകൊണ്ടാ അറിയോ, പീപ്പിൾ ലവ് ബെനിഫിറ്റ്സ്, ഫീച്ചേഴ്സ് ഇഷ്ടമല്ല. നമ്മൾ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 200 മുതൽ 10,000 വരെയുള്ള ടാങ്ക് ഞാൻ 10 പ്രാവശ്യം പറഞ്ഞാൽ ഒരാളുടെയും തലയിൽ കയറില്ല. അതിൻ്റെ ടെക്നിക്കാലിറ്റിയെ നമുക്ക് സ്റ്റോറി ആക്കാനോ ബെനിഫിറ്റ്സ് ആക്കാനോ, അവർക്ക് എന്ത് കിട്ടും, അവരുടെ സെയിൽസിൽ എന്ത് മാറ്റം കൊണ്ടുവരും, അവർക്ക് ടാർഗറ്റ് എത്ര അച്ചീവ് ചെയ്യും, അവർക്ക് എത്ര വിൽക്കാൻ വേണ്ടി സാധിക്കും, എന്തൊക്കെ കസ്റ്റമേഴ്സിനോട് നിങ്ങൾ പറയണം എന്ന് പഠിപ്പിക്കുമ്പോൾ മാത്രമേ സെയിൽ കയറുള്ളൂ. അപ്പൊ BSP കൊണ്ടുവരണം. ആദ്യത്തെ പഠനം എന്താണ്? BSP. എല്ലാ 11 പ്രൊഡക്ട്സിന്റെ BSP ഞാൻ ചെയ്തിട്ടുണ്ട്. വേണ്ടേ?